ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഇന്നു മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. പീതാംബരനെ കൊന്നത് നിങ്ങളാണോ? അല്ല, അങ്ങനെ ഒരു സംസാരം നാട്ടുകാർക്കിടയിലുണ്ടേ. അവസാനമായി നമ്മൾ ഒരുമിച്ചിരുന്ന് മദ്യപിച്ചപ്പോ ഗോപാൽജിയുടെ മുമ്പിൽ വെച്ച് സഞ്ജുവിനെ കൊല്ലുന്ന അയാൾ ഭീഷണിപ്പെടുത്തിയതല്ലേ? ഏതൊരച്ഛനും അത് സഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഗോപാൽജി തന്നെ പീതാംബരനെ കൊന്നതെന്ന് പറഞ്ഞാലും എനിക്ക് അത്ഭുതമൊന്നും ഉണ്ടാവില്ല. ചെറുക്ക, ഞാൻ വാങ്ങിച്ചെന്ന മദ്യം കുടിച്ചിട്ട് നീ എനിക്കിട്ട് തന്നെ പാര വെക്കുന്നു. പിന്നെ ഞാൻ ഗോപാൽജി, ഞാൻ പാര വെച്ചൊന്നുമല്ല, നടന്ന കാര്യം ഓർമ്മിപ്പിച്ചതാ. ഗോപാൽജിയെ വേണമെങ്കിൽ മഹിമയ്ക്ക് സംശയിക്കാന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ശരിക്കും പീതാംബരനെ കൊന്നത് മറ്റാരെങ്കിലും ആവാം. നീ കുറച്ച് ഓവറാണെന്ന് തോന്നുന്നു. നമുക്ക് പോവാം. വരട്ടെ ഗോപാൽജി. ഇവൻ ഡാഡിക്കെതിരെ തിരിയോ? അവനതുകൊണ്ട് ഒരു ഗുണമില്ല. അവനെ നമ്മൾ ബഹുമാനിക്കുന്നിടത്തോളം കാലം അവന് നമ്മളോട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എനിക്ക് അവന്റെ സംസാരം കേട്ടപ്പോ അവൻ എന്തൊക്കെയോ ഒളിക്കുന്ന പോലെ തോന്നി. അതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രമാ. അഭിയെ നമുക്ക് കുറച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ മാത്രം മതി. എല്ലാവരുടെ മുന്നിൽ വെച്ച് സാറിനെ അക്കം അപമാനിക്കുന്നത് കണ്ടപ്പോ എനിക്ക് വന്ന കലിയുണ്ടല്ലോ. ഇനി ഈ ജയിലിലുള്ളവര് സാറിനെ ബഹുമാനിക്കോ? പിന്നെ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യം വരില്ല. അധികം അപമാനം ഉണ്ടാകുന്നതിന് മുൻപേ അക്കമ്മ എന്തായാലും സാറിനെ ഇവിടുന്ന് സ്ഥലം മാറ്റോന്ന് ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ് ഞാൻ അവളെ തീർക്കും. അങ്ങനെ തന്നെ ചെയ്യണം സർ. നീ ഒരു കാര്യം ചെയ്, സ്റ്റോറിൽ നിന്ന് ഒരു കയറെടുത്തോണ്ട് വാ. അവളെ കഴുത്ത് തിരിച്ചു കൊന്നിട്ട് നമുക്ക് കെട്ടിത്തൂക്കാം. മഹിമയെ തല്ലേന്റെ കുറ്റബോധം കൊണ്ട് ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാം. ശരി സർ. വേഗം ചെല്ല്. പോയല്ലോ. ആ ഇൻവെർട്ടർ ഓൺ ചെയ്. ആരുമില്ലേ? ഞാൻ തന്നെ പോയി നോക്കാം. ഇതൊരു കഷ്ടമായത്. എന്നെ ആരൊക്കെയാ തല്ലി? എന്നാലും സാറിനോട് ഇത് ചെയ്യാൻ ആർക്കാ ധൈര്യം ഉണ്ടായിട്ട്? ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. നീ ഒരു കാര്യം ചെയ്, എല്ലാ സെല്ലുകളും ചെക്ക്. ആരെങ്കിലും സെല്ലില്ലെങ്കിൽ അപ്പൊ തന്നെ അറിയിക്കണം. മൊത്തം അന്തേവാസികളെയും ഗാഡികളെയും വിളിച്ചുകൂട്ട്. നിങ്ങൾ ആരെങ്കിലും സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായി പറഞ്ഞോ. ജോർജ് സാറ് വന്ന ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കില്ല.
കാര്യം എന്താണെന്ന് പറ മാഡം. എന്തിനാ എല്ലാരും വിളിച്ചു കൂട്ടിയിരിക്കുന്നേ? കാരണം പറഞ്ഞില്ലെങ്കിൽ നീ എന്തോ ചെയ്യും? മര്യാദക്ക് മീണ്ടാതെ ഇവിടെ നിന്നോ. സെല്ലിൽ നിന്ന് ആരൊക്കെയാണ് മിസ്സായത്? ഞങ്ങൾ അന്വേഷിക്കാൻ ചെന്നപ്പോ എല്ലാരും സെല്ലിലുണ്ടായിരുന്നു സർ. അപ്പൊ ആരെ പ്രേതമാണോ എന്നെ തല്ലിയത്? അറിയില്ല സർ. നീയാണിതെല്ലാം ചെയ്തതെന്ന് എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്തെന്നാ ജോർജെ പറയുന്നേ? പറ, എല്ലാരും കേൾക്കട്ടെ. ഞാൻ എന്താ ചെയ്തേ? നീയല്ലേ ആളെയും കൂട്ടി വന്ന് എന്നെ തല്ലിയത്? അതെങ്ങനെ സംഭവിക്കാനാ? ഞാൻ ആ സമയത്ത് സെല്ലിനകത്തായിരുന്നില്ലേ? തന്റെ പട വന്ന് പരിശോധിച്ചപ്പോ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ആ, സംശയം ഉണ്ടെങ്കിൽ തന്റെ സേനാപതിയോട് തന്നെ ചോദിക്ക്. പറഞ്ഞു കൊടുക്ക് സ്മിതേ. എടി, നിന്റെ അഹങ്കാരം കുറെ കൂടുന്നേ. എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ കൊച്ചാക്കാനാണല്ലോ നിന്റെ പരിപാടി അല്ലേ? എന്നെ വെറുപ്പിച്ചിട്ട് നീ ഇവിടെ എങ്ങനെ കഴിയുമെന്ന് എനിക്കൊന്ന് കാണണം. ജോർജെ, തന്നെ ആരോ തല്ലിയെന്ന് താൻ പറയുന്നു. അത് ഞാനാണെന്ന് തന്നെ ഇരിക്കട്ടെ. അതിന്റെ അർത്ഥം സെല്ലിൽ കിടക്കുന്ന എന്നെ തുറന്നുവിടാൻ തന്റെ ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ തന്നെ തയ്യാറായെന്നല്ലേ? താൻ പലപ്പോഴും പറയാറില്ലേ ഇത് തന്റെ കോട്ടയാണെന്ന്. തന്റെ കോട്ടയില് തന്റെ അവസ്ഥ ഇതാ. അപ്പൊ പുറത്തെ കാര്യം പറയാനുണ്ടോ? അല്ല, കോട്ടയത്തെ തറവാട്ട് വീട്ടില് എല്ലാവർക്കും സുഖമല്ലേ? അവിടെ ഭാര്യയുടെയും 2 പെൺമക്കളുടെയും കൂടെ വയസ്സായ അപ്പം മാത്രമല്ലേ ഉള്ളൂ. അകത്തിരുന്ന തന്നെ തല്ലിക്കാൻ കഴിവുള്ളവർക്ക് പുറത്ത് തന്റെ കുടുംബത്തെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. നീ സാറിനെ ഭീഷണിപ്പെടുത്തുവാണോ? അയ്യോ, ഇതൊന്നും ഞാൻ ചെയ്യുമെന്നല്ല പറഞ്ഞേ. ജോർജിനെ തല്ലിയവര് ചെയ്യുമെന്നാ ഞാൻ ഉദ്ദേശിച്ചേ. നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയൊന്നും ഈ ജോർജ് പേടിക്കൂല. അത് വേഗം എടുക്കും ജോർജെ. വീട്ടിൽ നിന്ന് ഭാര്യയായിരിക്കും. ഹലോ, നിങ്ങളിപ്പോ എവിടെയാ? നിങ്ങൾ ജയിലിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കിയത്? നീ ബഹളം വെക്കാതെ കാര്യം എന്താണെന്ന് പറയടി. കുറച്ചു നേരം മുമ്പ് ആരൊക്കെയോ വീട്ടിൽ കയറി വന്ന് സാധനങ്ങളെല്ലാം തല്ലി പൊട്ടിച്ചു. പിള്ളേരാകെ പേടിച്ചിരിക്കുക. നിങ്ങൾ ആ ജയിലിലെ സ്ത്രീകളോട് എന്തൊക്കെയോ വേണ്ടാതിനെ കാണിച്ചെന്ന് അവർ പറഞ്ഞത്. ഞാനോ? ആ, നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് ഇനി നന്നാവാൻ ഉദ്ദേശമില്ലേ? ഞങ്ങളെ കൊലക്ക് കൊടുത്താലേ നിങ്ങൾ അടങ്ങൂ. എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ